ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. എൻ്റെ കുറച്ച് പഴയ സാരികൾ ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചിട്ട് ഡ്രസ്സുകൾ ആക്കി. അത് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ പഴയ സാരികൾ ഞാൻ യൂസ് ചെയ്യാതെ ഒരെണ്ണം ഒരു വർഷമായുള്ളൂ. അത് പക്ഷേ ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. എനിക്ക് മേടിച്ചു കഴിഞ്ഞ് തീരെ ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊക്കെ ഒരു സാരി ഒരു 4 വർഷമായത്, വേറൊരു സാരിയും ഒരു 5 വർഷമായത്. ഞാൻ നോക്കിയപ്പം അലമാരിക്കകത്ത് ഇങ്ങനെ യൂസ് ചെയ്യാതെ ഒരു 4-5 വർഷമായിട്ടിരിക്കുന്ന സാരികളാണ്. അപ്പം അത് സാരിയായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഡ്രസ്സ് തയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാനിങ്ങനെ റെഫറൻസിന് കുറേ പടങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇൻട്രസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഔട്ട്കം നല്ല രസമായിട്ട് വന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഐഡിയാസ് ഇഷ്ടപ്പെടുമോ ഇല്ലയോ, എങ്ങനെയുണ്ട് ഒന്നൊന്ന് നോക്കാമല്ലോ. കാരണം ഇതേപോലെ പഴയ സാരികൾ, ഉപയോഗിക്കാത്ത സാരികൾ, ഉപയോഗിക്കുന്ന സാരികളാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഉടുക്കാൻ പറ്റാത്ത ഒരുപാട് സാരികൾ നമ്മുടെയൊക്കെ കയ്യിൽ കാണുമല്ലേ. അതിങ്ങനെ ഒരു പ്രയോജനമില്ലാതെ ഇരിക്കുന്നതിലും നല്ലത് നമുക്കത് നല്ല സാരികൾ നമുക്കിങ്ങനെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിക്കുമ്പം റെഡിമെയ്ഡിനേക്കാളും നമുക്കത് കുറച്ചുകൂടെ ഒരു നമ്മുടെ സ്റ്റൈലിനും നമ്മുടെ ഓൺ കംഫർട്ടിനും നമ്മുടെ കറക്റ്റ് ഫിറ്റിങ്ങിനും ചെയ്യിക്കുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് രീതിയാണ്. നമുക്ക് കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷനും കിട്ടും റെഡിമെയ്ഡിനേക്കാളും. ഇതാകുമ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജ് മാത്രമേ ഉള്ളൂ, മെറ്റീരിയലിന് പ്രത്യേകിച്ച് പൈസയൊന്നും മുടക്കണല്ലോ. ഞാനങ്ങനെ യൂഷ്വലി ഒത്തിരി തയ്പ്പിക്കാത്ത ഒരാളാണ്. കാരണം റെഡിമെയ്ഡാണ് എപ്പോഴും കുറച്ചുകൂടെ ലാഭം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഡ്രസ്സ് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുന്നത് എല്ലാം കൂടെ വരുമ്പോൾ എപ്പോഴും റെഡിമെയ്ഡിനേക്കാളും അത് കോസ്റ്റ്ലി ആവും. പക്ഷെ സാരി ആകുമ്പോഴത്തേക്ക് ആ മെറ്റീരിയലിന് പ്രത്യേകിച്ചൊരു ചാർജ് ഇല്ല, യൂസ് ചെയ്യാതിരിക്കുന്ന സാരിയാണ്. അപ്പം ഞാൻ ഈയിടെ എൻ്റെ ഒരു അലമാരി അടുക്കൽ പ്രോസസ്സ് ചെയ്തു. അപ്പം ഞാനിങ്ങനെ നമ്മുടെ ഒരു എനർജി ഷിഫ്റ്റൊക്കെ അല്ലെങ്കിൽ എനർജി നമ്മളൊരു ഫ്രീ ഫ്ലോയിങ് വേണമെങ്കിൽ നമ്മളൊരു 2 വർഷത്തിൽ കൂടുതൽ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകൾ, സാരികളാണെങ്കിലും എന്ത് ഡ്രസ്സാണെങ്കിലും അത് ഒന്നെങ്കിലും നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാൻ റെഡി. നമ്മളിങ്ങനെ അതിങ്ങനെ ഇല്ല ഇനി ആർക്കും കൊടുക്കില്ല, അത് നല്ല ഡ്രസ്സാണെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ തന്നെ വെച്ചേക്കും, അത് ആർക്കും കൊടുക്കണ്ട. നമ്മളത് നോക്കണം. നമ്മളത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എടുത്ത് നമ്മളത് ഇടുന്നുണ്ടോ. ചിലതിങ്ങനെ ഓക്കെ വണ്ണം കുറഞ്ഞിട്ടിടാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതായിട്ടിടാം, അങ്ങനെ വെച്ചേക്കുന്ന ഡ്രസ്സുകളായിരിക്കും. അത് നമ്മൾ ഒരിക്കലും ഇടാൻ പോകുന്നില്ല, അങ്ങനെ തന്നെ ഇരിപ്പുണ്ടാവും. അപ്പം അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഒന്നെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും വേണ്ടവർക്ക് കൊടുക്കുക. ഞാനാണെങ്കിൽ എൻ്റെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന അവിടുത്തെ ആൾക്ക് കൊടുക്കും. അപ്പം അല്ലാതെ ഇങ്ങനത്തെ സാരി ഒന്നും അവർക്ക് പ്രയോജനമില്ല കൊടുത്തിട്ടും. ചുരിദാറൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം, സാരി ഒന്നും അവർക്ക് യൂസ് ഇല്ല. ഈ ഓർഗൻസ സാരി ഒന്നും അങ്ങനെ എനിക്ക് തന്നെ അത് ഉടുക്കാൻ പറ്റാത്തൊരു സാരിയാണ്. അപ്പം അതാർക്കും കൊടുത്തിട്ട് അവർക്ക് യൂസ് ഇല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നല്ല കുറച്ച് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യിക്കാം. ഞാൻ ഫസ്റ്റ് ഡ്രസ്സ് കാണിക്കാം കേട്ടോ. ഇതൊരു ഓർഗൻസ മെറ്റീരിയലിൽ, എന്നാൽ ഫ്രീ ഫ്ലോയിങ് ഓർഗൻസ അല്ല, കുറച്ച് സ്റ്റിഫായിട്ടുള്ളൊരു ഓർഗൻസയാണ്. ഇത് ഉടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം വല്ലാതെ സ്റ്റിഫായിട്ടിരിക്കും. നമുക്ക് സിംഗിൾ ലെയർ, ഞാൻ എപ്പോഴും സിംഗിൾ ലെയറാണ് പ്രിഫർ ചെയ്യുന്നത്. സിംഗിൾ ലെയറായിട്ട് ഉടുക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ബൊമ്പൊന്നടിക്കും. പക്ഷേ പ്ലീറ്റ് എടുത്ത് ഉടുക്കാനും കംഫർട്ടബിൾ അല്ല, ഒട്ടും ഒതുങ്ങിയിരിക്കാത്തൊരു സാരി. പക്ഷെ സാരി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഇങ്ങനെ ഗ്രേ കളർ സാരി, ബോർഡർ ഒരു ബ്ലാക്കോ ആഷ് കുറച്ചൊരു ഡാർക്ക് അങ്ങനെ എങ്ങാണ്ടായിരുന്നു അതിന് ബോർഡർ. പക്ഷെ നമുക്ക് ബോർഡർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത് ഒരു കുറച്ച് തിൻ മെറ്റീരിയൽ ആയിരുന്നു. അപ്പം ഇത് കട്ട് ചെയ്തിട്ട് ഒരു ഇങ്ങനത്തെ ഒരു, നിങ്ങൾക്കത് സൈഡിൽ ഞാൻ ഇട്ട് കാണുമ്പോൾ മനസ്സിലാവും, ഒരു സ്ലീവ്ലെസ് ഒരു ഡ്രസ്സ് വിത്ത് ഒരു കോട്ട്. നല്ല രസമായിരുന്നു. എനിക്കത് തയ്ച്ചു വന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡ്രസ്സ് നമ്മൾ കോട്ട് റെഡിമെയ്ഡ് എടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും ബാക്ക് ലൂസായിട്ടിരിക്കും. അപ്പം ഞാൻ തയ്പ്പിച്ചപ്പോൾ ആ ബാക്കിൽ ടക്കൊക്കെ വെച്ച് കഴുത്തും ഒക്കെ ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ജാക്കറ്റ് ഇടുമ്പോൾ ആ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി. നല്ല രസമാണ് ഇത് ഇട്ടപ്പോഴത്തേക്കും. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ഇക്കൂട്ടത്തിൽ 4 ഡ്രസ്സാണ് തയ്പ്പിച്ചത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഫസ്റ്റ് വൺ ആണ് കേട്ടോ. ഈ ഒരു ഓർഗൻസ മെറ്റീരിയൽ ലൈനിങ് വെച്ചാണ് തയ്പ്പിച്ചത്. കോട്ടിന് ലൈനിങ് ഇല്ല, കോട്ടിന് ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്പൺ ജാക്കറ്റ്, ലോങ് ജാക്കറ്റ് ആണ് കേട്ടോ. ആ ഡ്രസ്സിന്റെ ഫുൾ ലെങ്ത്, സെയിം ലെങ്ത് തന്നെ ഇറക്കത്തിൽ, നമ്മുടെ എത്രയാണ് ഇറക്കം ഇടുന്നത് അത്ര ഇറക്കത്തിൽ തന്നെ ഒരു ലോങ് ജാക്കറ്റ്, ലൈനിങ് ഇല്ലാതെ തയ്പ്പിച്ചൊരു ജാക്കറ്റ്. അപ്പം ഇത് നല്ലൊരു ഡിസൈനാണ് കേട്ടോ. കാരണം നമ്മളിത് ഇങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ റെഡിമെയ്ഡ് എടുക്കണമെങ്കിൽ മിനിമം ഒരു 2000 ഒക്കെ ആവും. ഇതിന്റെ സ്റ്റിച്ചിങ് ചാർജ് ഒരു 1500 വരുന്നുള്ളൂ, 2 പീസ് ഉള്ളതുകൊണ്ട് തന്നെ. രണ്ടാമത്തത് ഞാൻ മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷം ആയുള്ളൂ ഈ സാരി. പക്ഷെ ഞാൻ ഈ ഓൺലൈൻ ഫോട്ടോയിൽ കണ്ടത്ര സാരി കിട്ടി. ഞാൻ ഒറ്റ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഓണത്തിന് എങ്ങാണ്ട് ഉടുത്തു കഴിഞ്ഞപ്പം എനിക്ക് തന്നെ എന്തോ ചേരാത്ത പോലെ എനിക്ക് തോന്നി, എന്തോ ഒരു സുഖക്കുറവ്. ഒരു ബ്ലൗസ് ചെയ്യാൻ വെച്ചു. ബ്ലൗസ് നമുക്ക് വേറെ സാരികളോട് കൊടുക്കാമല്ലോ.
സാരി മൊത്തത്തിലൊരു വല്ലാത്ത ഭയങ്കര ഓവർ കളറും ഓവർ ഡിസൈൻസും എല്ലാം കൂടെ ഒരു സുഖമില്ല. അപ്പം കഫ്താൻ തയ്പ്പിക്കാനായിട്ട് പക്ഷെ നല്ലൊരു മെറ്റീരിയൽ, ഇതിങ്ങനെ കഫ്താൻസിന് എപ്പോഴും ഈ ഫ്ലോയി മെറ്റീരിയൽസ് ആണ് നല്ലത്. ഇങ്ങനത്തെ മെറ്റീരിയലിന്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഇതൊരു ഫ്ലോയി മെറ്റീരിയൽ ആണ്. ഒരു എനിക്കറിയില്ല മെറ്റീരിയലിന്റെ പേരൊന്നും പറയാനായിട്ട്. ഒരു ഫ്ലോയി മെറ്റീരിയൽ ആണ്. ഇങ്ങനത്തെ ഫ്ലോയി മെറ്റീരിയൽസ് ആണ് കഫ്താൻസ് തയ്പ്പിക്കാനായിട്ട് എപ്പോഴും നല്ലത്. അപ്പം ഇത് വെച്ചിട്ട് ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്യിച്ചു. ഇൻഫാക്ട് ഈ ഒരു സാരി വെച്ചിട്ട് 2 കഫ്താനുള്ള തുണി ഉണ്ടായിരുന്നു. അപ്പം ഒറ്റ സാരിയിൽ 2 കഫ്താൻ പറ്റും. ഇത് എനിക്ക് ഒരേപോലത്തെ കഫ്താൻ, അപ്പൊ ഞാൻ അവരോട് ചോദിച്ചത് 2 ഒരേപോലത്തെ കഫ്താനായി പോവില്ലേ? ഇല്ല, കാരണം ഈ സാരിയുടെ ഡിസൈൻ അങ്ങനെയായിരുന്നു. ഇതിന്റെ മുന്താണി ഒരു ഭാഗം ഫുള്ള് ഇങ്ങനെ പ്ലെയിൻ അല്ല, ഒരു ഡാർക്ക് പിങ്ക് ഒരു വര പോലെ വരുന്നുണ്ട്. പക്ഷെ ഇത് ഫുൾ നിങ്ങൾക്ക് ഇട്ട് കാണുന്നത് മനസ്സിലാവും, ഫുൾ ഇങ്ങനെ പിങ്ക് കഫ്താനായിട്ട് സ്റ്റിച്ച് ചെയ്യിച്ചു. പിന്നെ ആ സാരിയുടെ തന്നെ മറ്റേ സൈഡ് ഇങ്ങനെ വൈറ്റ് ആൻഡ് പിങ്ക് ഫ്ലവേഴ്സ് ആണ്. എനിക്ക് ഈ വലിയ ഫ്ലവേഴ്സ് ആണ് സാരി ഉടുത്ത് വന്നപ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാത്തത്. ഒന്നാമത് ഇങ്ങനത്തെ വലിയ ഡിസൈൻസ് കുറച്ച് വണ്ണം ഉള്ളവർക്ക് കൂടുതൽ വണ്ണമായിട്ട് തോന്നിക്കും. പക്ഷെ ഈ സാരി എന്ത് ചെയ്യാനാ, അതുകൊണ്ട് ഇങ്ങനത്തെ ഇടുമ്പോഴും ആ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഭയങ്കര ഒരു ഡിസൈൻസ് അങ്ങനെ എടുത്ത് അറിയുന്നില്ല. കഫ്താൻ ഇടുമ്പം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കഫ്താൻ ഇടാനായിട്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ മെറ്റീരിയലും കൂടെ ആകുമ്പോൾ ഇടുമ്പോൾ ഭയങ്കര സുഖമാണ്. നല്ല ഒരു ഇതിന് പ്രത്യേകിച്ച് സൈഡിൽ സ്ലിറ്റും ഇല്ല. റെഡിമെയ്ഡ് കഫ്താന്റെ പ്രോബ്ലം അതാണ്, സൈഡിൽ ഇങ്ങനെ വലിയൊരു സ്ലിറ്റ് വരും. അപ്പൊ നമ്മളിങ്ങനെ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും, പിന്നെ നമ്മൾ ആ 3/4 ലെഗിങ്സ് ഇടണം. 3/4 ലെഗിങ്സ് ഇട്ടാലും ആ ലെഗിങ്സ് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ആ ഒരു പ്രോബ്ലം വരും. അപ്പൊ തയ്പ്പിച്ചപ്പോൾ സൈഡിൽ ആ ഒരു ഓപ്പണിംഗ് ഇല്ല, സൈഡിൽ ഇങ്ങനെയാണ് തയ്ച്ചേക്കുന്നത്. പിന്നെ റെഡിമെയ്ഡ് കഫ്താന്റെ വേറൊരു പ്രശ്നം, ഇങ്ങനെ നമ്മളൊന്ന് കൈവക്കിയാൽ അകത്തോട്ട് കാണും. അതിന് നമ്മൾ അകത്ത് മറ്റേ ഷിമ്മ ഇടേണ്ടി വരും. അപ്പം അതിന് ഇതിന്റെ ഈ കൈ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ആ പ്രോബ്ലവും ഇല്ല. അപ്പം തയ്പ്പിച്ച ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയിൽ നിന്ന് 2 കഫ്താൻ, എന്നാൽ എൻ്റെ ഡിഫറെന്റ് കഫ്താൻസ് ആണ് ഇടാനായിട്ട് നല്ല സുഖമാണ്. ഒരു പ്ലെയിൻ കഫ്താൻ ആയതുകൊണ്ട് ആ മാല വെച്ചിട്ടാണ് അതിനെ സ്റ്റൈൽ ചെയ്തേക്കുന്നത്. ആ ലുക്കിനെ തന്നെ ഒരു എൻഹാൻസ് ചെയ്യാനായിട്ട് ആ മാല ഇട്ടിരിക്കുന്നത്. കാരണം പ്ലെയിൻ, വേറെ പ്രത്യേകിച്ച് ഒരു ഡിസൈനും ഇല്ല. മറ്റേതിൽ ജാക്കറ്റ് ഉണ്ട്, ഇതിനകത്ത് ഇങ്ങനെ കുറെ ഇതുണ്ട്, ഡിസൈൻ വരുന്നുണ്ട്. പക്ഷെ ഈ കഫ്താൻ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കിടക്കുക, അല്ലെ വേറെ ഒരു ഡിസൈനും ഇല്ല. അതുകൊണ്ട് ആ ലുക്ക് നമ്മൾ എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു എന്നനുസരിച്ചാണ് ഓരോ ഡ്രസ്സും കാണാനായിട്ട് വരുന്നത്. നമ്മളൊരു ഡ്രസ്സ് നമുക്ക് ഒരു നോർമൽ ഒരു പ്ലെയിൻ ചുരിദാറാണെങ്കിലും നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതനുസരിച്ചാണ് അത് മൊത്തത്തിൽ അങ്ങ് മാറുന്നത്. അപ്പം ഒരു മാല ഇട്ട് സ്റ്റൈൽ ചെയ്യുമ്പോൾ അത് മൊത്തത്തിൽ കാണുമ്പോൾ രസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ കഫ്താന്റെ കൂടെ ആ ഒരു മാല ഇട്ടിരിക്കുന്നത്. ഈ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ഇതാണ്. ലാസ്റ്റ് ആണ് ഈ കഫ്താൻ. അതൊരു കംഫർട്ടബിൾ ഡ്രസ്സാണ് കഫ്താൻ. എൻ്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്നല്ല, കംഫർട്ട് വെയർ കഫ്താൻ, അങ്ങനെ കാഷ്വൽ വെയർ കംഫർട്ട് വെയർ. പക്ഷെ ഇതെന്ന് പറയുന്ന കുറച്ചുകൂടി ഒരു ഭംഗിയുള്ള, ഇതും ഓർഗൻസ മെറ്റീരിയൽ ആണ്. പക്ഷെ കുറച്ചുകൂടി ഒരു ഫ്രീ ഫ്ലോയിങ് ഓർഗൻസ മെറ്റീരിയൽ ആണ്. സാരിയായിട്ട് ഉടുക്കുമ്പോഴത്തേക്കും ഭയങ്കര എന്തോ ഒട്ടും സുഖമില്ല സാരിയായിട്ട് ഉടുക്കാൻ. അത് ഇരുന്നെടുത്തിരിക്കില്ല, ഒരു വല്ലാത്തൊരു ഇതായിരുന്നു സാരി. എനിക്ക് തോന്നുന്നു 4-5 വർഷം മുന്നേ മേടിച്ചൊരു സാരിയാണ്. ആകെ ഒറ്റ പ്രാവശ്യം കാണാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതേപോലെ മോഡൽ കൊടുത്തിട്ട് ബാക്ക് സിബാണ് കേട്ടോ, ഷേപ്പിന് വേണ്ടി ബാക്ക് സിബ് വെച്ചു. ഇവിടെ ഇങ്ങനെ ഒരു പാനലിംഗ് ഡീറ്റെയിലിംഗ് ചെയ്തിട്ട് ഇതേപോലെ ഇവിടെ ബട്ടനാ വന്നേക്കുന്നത്. എന്നിട്ട് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനൊരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊരു ഇതുപോലെ ഒരു ചെറിയൊരു പാനലിംഗ് ഇവിടെയും കൂടെ 2 സൈഡിലും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ഡിസൈൻ കണ്ടോ, ആ വന്നേക്കുന്നത് താഴെ ആ ഒരു വലിയ ഫ്ലവർ ഒരു സ്ഥലത്തും, പിന്നെ ഇതിന്റെ ഒരു സൈഡിലായിട്ട്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ തയ്ച്ച് വന്നപ്പോഴത്തേക്കും. പിന്നെ ഇതേപോലത്തെ ഒരു സംഭവം, അത് മാത്രം കുറച്ച് ഒരു ചെറിയ പാകപ്പഴം സംഭവിച്ചു. ഇത് ആ തയ്ച്ചവര് അകത്ത് വെച്ചു, ഇത് ആക്ച്വലി വെളിയിൽ വരണം. അപ്പം അങ്ങനെ തയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ ഉണ്ട സംഭവം ഈ പുറത്തോട്ട് കാണുന്ന സൈഡിൽ വരണമായിരുന്നു. ഇത് തയ്ച്ച് ഞാൻ കൊടുത്ത പടത്തിൽ അകത്തായതുകൊണ്ട് അവരകത്ത് തന്നെ തയ്ച്ചു. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ല വെളിയിൽ വേണമെന്നതുകൊണ്ട്. അപ്പോൾ അത് പുറത്ത് വെക്കണം, അത് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. പക്ഷെ ഓവറോൾ നല്ല രസമുള്ള ഒരു ബാർബി ഡ്രസ്സ് പോലൊക്കെ ഇരിക്കും. എനിക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഈ 4 ഡ്രസ്സിൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ലാസ്റ്റ് ഡ്രസ്സാണോ, കഫ്താനാണോ, അതോ ഫസ്റ്റ് കാണിച്ച ജാക്കറ്റ് ഡ്രസ്സാണോ, ഏതാണ് ഫേവറേറ്റ് എന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പം ഇതേപോലെ പഴയ സാരികളൊക്കെ ഉണ്ടെങ്കിൽ
ആലോചിക്കുക ഇങ്ങനെ തയ്പ്പിക്കുന്നതിനെ പറ്റി ഒന്ന് തിങ്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.